ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഐഷ ശ്രീ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. നമ്മുടെ വീട്ടിലൊക്കെ ചില ദിവസങ്ങളിൽ ചോറ് ബാക്കി വരാറില്ലേ? അങ്ങനെ ബാക്കി വന്ന ചോറ് കൊണ്ട് ഇനി എന്താ ചെയ്യുക എന്നുള്ളൊരു ടെൻഷൻ എല്ലാവർക്കും ഉണ്ടാവും. അധിക പേരും ബാക്കി വന്ന ചോറ് കളയാറാണ് പതിവ്. അപ്പോൾ ഇനി നിങ്ങൾ ബാക്കി വന്ന ചോറ് കളയണ്ട കേട്ടോ. അതുകൊണ്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് നല്ലൊരു ദോശ ഉണ്ടാക്കിയെടുക്കാം. ഈ ദോശ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് ഉഴുന്നിൻ്റെ ഒന്നും ആവശ്യമില്ല. അതുപോലെ നമ്മളിതിൽ ബേക്കിംഗ് സോഡ, ഈസ്റ്റ്, ഈനോ, തേങ്ങ ഇതൊന്നും ചേർക്കുന്നില്ല. ഉഴുന്ന് ചേർക്കുന്നില്ല എന്ന് കരുതിയിട്ട് ഈ ദോശയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന് വിചാരിക്കണ്ട കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ദോശയാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ദോശ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് എന്നൊന്ന് കണ്ടു നോക്കിയാലോ. ഇതിനായിട്ട് ഞാനിവിടെ 250 ml കപ്പിൽ 1 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്കിത് വേണമെങ്കിൽ അരിപ്പൊടി കൊണ്ടും ചെയ്തെടുക്കാം കേട്ടോ. ഇനി നിങ്ങളുടെ അടുത്ത് ഇതുപോലത്തെ അളവ് കപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ ഒരു ഗ്ലാസ് കൊണ്ട് അളന്നെടുത്താലും മതി. അപ്പോൾ അരി അളന്നെടുത്ത് അതേ പാത്രത്തിൽ ചോറും അളന്നെടുക്കണം എന്ന് മാത്രം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 ടേബിൾ സ്പൂൺ ഉലുവയാണ്. ഇനി ഈ അരിയും ഉലുവയും നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. ഇപ്പോൾ ഞാൻ ഈ അരിയും ഉലുവയും നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുതിർന്ന് കിട്ടാനായിട്ട് ഒരു 4-5 മണിക്കൂർ ഇവിടെ അടച്ച് വെക്കാം. 5 മണിക്കൂറിന് ശേഷം അരിയും ഉലുവയും നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കണം. അരച്ചെടുക്കുന്നത് നമ്മൾ ഈ അരി കുതിർത്തെടുത്ത വെള്ളത്തിൽ തന്നെയാണ് കേട്ടോ. നമുക്ക് ഈ വെള്ളം മുഴുവനായിട്ടും അരച്ചെടുക്കാൻ ആവശ്യമില്ല. അതുകൊണ്ട് കുറച്ച് വെള്ളം നമുക്കൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് വെക്കാം. എന്നിട്ട് അരി അരക്കാൻ എത്രയാണോ വെള്ളം വേണ്ടത് അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ അരി ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അരി അരച്ചെടുക്കുമ്പോൾ ആദ്യം തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കരുത്. ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുത്താൽ അരി നന്നായിട്ട് അരഞ്ഞ് കിട്ടൂല. അപ്പോൾ ഞാൻ അരിയേക്കാളും കുറച്ച് താഴെയാണ് കേട്ടോ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പം ഞാനിതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചോറാണ്. നമ്മൾ അരി അളന്നെടുത്ത അതേ കപ്പിൽ തന്നെയാണ് കേട്ടോ ചോറും അളന്നെടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ 250 ml കപ്പിൽ 1 കപ്പ് ചോറ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ അരി കുതിർത്തെടുത്ത വെള്ളം ഗ്ലാസ്സിലെടുത്ത് വെച്ചില്ലേ, ആ വെള്ളമാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. കണ്ടോ, ഞാൻ ഈ ചോറിൻ്റെ ഒപ്പം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പം ഞാനിത് നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. നമ്മളിവിടെ 1 കപ്പ് അരിക്ക് 1 കപ്പ് ചോറ് എന്ന അളവിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഞാൻ ഈ മിക്സിയുടെ ജാറിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ആ വെള്ളവും ഞാൻ ഈ മാവിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഈ മാവിലേക്ക് ആവശ്യമായ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമുക്കിതൊരു ദോശ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസിയിലാണ് കിട്ടേണ്ടത്. ഇനി ഞാൻ കൈയൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് മാവ് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ ഈ മാവ് ഫെർമെൻ്റായിട്ട് വരാൻ വേണ്ടിയിട്ട് ഉഴുന്നോ തേങ്ങയോ അതുപോലെ ബേക്കിംഗ് സോഡ, ഈസ്റ്റ്, ഈനോ അതുപോലത്തെ ഒന്നും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ഇതുപോലെ കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ മാവ് നന്നായിട്ട് പൊങ്ങി കിട്ടും. അതുമല്ല, നമ്മൾ പണ്ടൊക്കെ ആട്ടുകല്ലിൽ വെച്ചിട്ട് അരി അരച്ചെടുത്തിട്ട് ദോശ ഉണ്ടാക്കിയാൽ നല്ലൊരു ടേസ്റ്റ് കിട്ടാറില്ലേ? ആ ഒരു ടേസ്റ്റും കിട്ടും, മാവ് നന്നായിട്ട് ഫെർമെൻ്റായി കിട്ടുകയും ചെയ്യും. ഇപ്പം ഞാനിത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളിത് രാത്രിയിൽ അരച്ച് വെച്ചാൽ രാവിലെ ആകുമ്പോഴേക്കും പൊങ്ങിക്കിട്ടും. അപ്പോൾ നമുക്കിത് ഫെർമെൻ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഓവർനൈറ്റ് ഇവിടെ അടച്ച് വെക്കാം. രാവിലെ ആയപ്പോൾ മാവ് നന്നായിട്ട് ഫെർമെൻ്റായി കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഈസ്റ്റ് ചേർത്താൽ പൊങ്ങിക്കിട്ടും പോലെ നന്നായിട്ട് അങ്ങോട്ട് പതഞ്ഞ് പൊങ്ങിക്കിട്ടുമൊന്നുമില്ല കേട്ടോ. എന്നാലും നമ്മൾ അരച്ച് വെച്ച മാവിനേക്കാളും കുറച്ചൊരു ഹൈറ്റിൽ പൊങ്ങി കിട്ടിയിട്ടുണ്ട്. കണ്ടോ, മാവ് പൊങ്ങിയിട്ട് മാവിൽ നിറയെ എയർ ബബിൾസൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ ഉഴുന്ന് ചേർത്തിട്ട് അരച്ച് വെച്ചതുപോലെ തന്നെ ഉണ്ട്. ഇനി നമുക്ക് ഈ മാവ് തവി കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് നേരം മിക്സ് ചെയ്തിട്ട് ഇതിലെ ബബിൾസ് ഒന്നും കളയരുത് കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ആകുന്നത് വരെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ദോശ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചുട്ടെടുക്കാം.
അതിനായിട്ട് ഞാനൊരു ദോശപ്പാൻ അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. പാൻ ഒരുപാട് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ദോശ പരത്തിയെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് പാനിൻ്റെ ഹീറ്റൊന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം തെളിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ലോ ടു മീഡിയത്തിലാക്കി വെച്ചിട്ട് ഒരു തവി മാവ് ഈ പാനിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ പരത്തി കൊടുക്കുക. നമ്മളെ പാന് നല്ല ചൂടായാൽ ഇതുപോലെ പരത്തിയെടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ വെള്ളം തെളിച്ച് കൊടുത്തിട്ട് ഹീറ്റ് ബാലൻസ് ആക്കി എടുത്തത്. മാവ് ഇതുപോലെ പരത്തി കൊടുത്തതിന് ശേഷം തീ മീഡിയം ടു ഹൈ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കുക. നമ്മൾ സാധാരണ ദോശ ഉണ്ടാക്കുമ്പോൾ ബട്ടറോ നെയ്യൊക്കെ ചേർത്ത് കൊടുക്കൂലേ, അതുപോലെ ഞാൻ ഇതിലേക്കും നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാൻ താല്പര്യമില്ലെങ്കിൽ ചേർത്ത് കൊടുക്കണ്ട. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു മൂടി കൊണ്ട് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി. ഞാൻ ഈ ദോശ കുറച്ച് ക്രിസ്പി ആയിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്, അതുകൊണ്ടാണ് അടച്ചു കൊടുക്കാത്തത്. ഇപ്പോൾ നമ്മുടെ ദോശ ഒന്ന് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് പാനിൽ നിന്നും എടുത്തു മാറ്റാം. കണ്ടോ, ഈ ദോശയിൽ നിറയെ ഹോൾസൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ സാധാരണ ഉഴുന്നൊക്കെ അരച്ചെടുത്ത് ദോശ ഉണ്ടാക്കിയെടുക്കും പോലെ തന്നെയാണ് കേട്ടോ ഇത് കാണാൻ. ഉഴുന്നില്ല എന്ന് കരുതിയിട്ട് ഇത് ടേസ്റ്റ് ഉണ്ടാവില്ല എന്നൊന്നും വിചാരിക്കരുത് കേട്ടോ. നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇത് കഴിക്കാൻ. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും ചുട്ടെടുക്കാം. നമ്മൾ ഓരോ തവണ ദോശ ചുട്ടെടുക്കുമ്പോഴും വെള്ളം തെളിച്ച് കൊടുത്തിട്ട് പാനിൻ്റെ ഹീറ്റ് ബാലൻസ് ആക്കി എടുക്കണം. എന്നാലേ നമുക്ക് ദോശ ഇതുപോലെ പരത്തിയെടുക്കാൻ പറ്റുള്ളൂ. ഞാൻ ഇതിനു മുമ്പ് ഒരു റവ ദോശയുടെ റെസിപ്പി പോസ്റ്റ് ചെയ്തിരുന്നു. ആ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ 1-2 പേര് റിക്വസ്റ്റ് ചെയ്തിരുന്നു. ഉഴുന്ന് ചേർത്തുണ്ടാക്കുന്ന ദോശയുടെ പുളി കാരണം ചിലർക്കൊക്കെ നെഞ്ചരിച്ചിലുണ്ടാവുകയെന്ന്. അത് കാരണം അരി കൊണ്ട് ഉഴുന്നും ഈസ്റ്റും ബേക്കിംഗ് സോഡയും ഇനോയും ഒന്നും ചേർക്കാതെ ഒരു ദോശയുടെ റെസിപ്പി ഷെയർ ചെയ്യുമെന്ന്. ഈ ദോശയ്ക്ക് തീരെ പുളിയൊന്നുമില്ല കേട്ടോ, അതുകൊണ്ട് ഇതെല്ലാവർക്കും ഇഷ്ടമാവും. ഇപ്പം ഞാനിവിടെ ദോശ മുഴുവനും ചുട്ടെടുത്തിട്ടുണ്ട്. ഈ മാവ് കൊണ്ട് ഞാൻ 8 ദോശയാണ് കേട്ടോ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അധിക പേരും ചോറ് ബാക്കി വന്നാൽ അത് കളയാറാണ് പതിവ്. ഇനി നിങ്ങൾ കളയരുത് കേട്ടോ, ഇതുപോലെ ദോശ ഉണ്ടാക്കിയെടുത്താൽ മതി. ഇതിങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇതിൽ മസാല ദോശയുടെ ഫില്ലിങ് വെച്ച് കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ചോറ് കൊണ്ട് ഇതുപോലെ ദോശ ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഉഴുന്നില്ല എന്ന് കരുതിയിട്ട് ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കാതിരിക്കരുത്. ഒരിക്കൽ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കിയാൽ പിന്നെ നിങ്ങൾ എപ്പോഴും ഉണ്ടാക്കും, അതെനിക്ക് ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾ ചോറ് കൊണ്ട് ഇതുപോലെ ദോശ ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന നോട്ടിഫിക്കേഷൻ ബെല്ല് കൂടി ഓണാക്കി വെക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ റെസിപ്പീസുമായി ഞാൻ വീണ്ടും വരാം. താങ്ക് യു.